ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്തനം. ഭാഗം 2118. ഇന്ന് ഒക്ടോബർ മാസം 18-ാം തീയതി 291-ാമത്തെ ദിവസത്തിലെത്തി. എന്തുമാത്രം മുൻവിധികളോടുകൂടിയാണ് നമ്മൾ ഓരോ ധാരണകളെയും ഉള്ളിൽ രൂപപ്പെടുത്തുന്നത്. എന്നിട്ടോ ആ വിചാരങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കാനായിട്ട് എന്തുമാത്രം ഇഷ്ടപ്പെടുന്നവരാണ്. അവനവന്റെ മുൻവിധികളിലൂടെ തന്നെയാണ് ഭൂരിപക്ഷം മനുഷ്യരും ഏതൊരാളെയും പുറത്തുള്ള ഏതൊരാളെയും വ്യാഖ്യാനിക്കുന്നതും വായിക്കുന്നതുമൊക്കെ. സത്യം എന്താണെന്ന് അറിയാനായിട്ട് ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. എന്താണ് കാരണം? സത്യം എന്തെന്നറിഞ്ഞാൽ അവനവന്റെ ഈ മുൻവിധികൾ നിറഞ്ഞ ധാരണകളെ ഒരുപക്ഷെ തിരുത്തേണ്ടി വരുന്നു. അതുകൊണ്ട് സത്യമറിയാനായിട്ട് ആരും ആഗ്രഹിക്കുന്നില്ല, പരിശ്രമിക്കുന്നുമില്ല. നമുക്ക് മനസ്സുഖം ലഭിക്കുന്ന വിധത്തിൽ അപരനെ വ്യാഖ്യാനിച്ച് അവസാനിപ്പിക്കാനായിട്ടാണ് ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ശരിക്കും ഒരു ആടിനെ കൊല്ലണമെങ്കിൽ എന്തു ചെയ്യണം? അതത്ര എളുപ്പമല്ല. സമൂഹത്തിൽ ആരും അതിന് ഒരു കൂട്ടായ്മയും തരത്തില്ല. പിന്നെന്ത് ചെയ്യണം? ആടിനെ എത്രയും വേഗം ഒരു പട്ടിയായിട്ട് ചിത്രീകരിക്കണം. അവിടം കൊണ്ടും കാര്യങ്ങൾ അനുകൂലമാവില്ല. പിന്നീട് ആ പട്ടിയെ പേപ്പട്ടിയായിട്ട് ശരിക്കും വിജ്ഞാപനം പുറപ്പെടുവിക്കണം. അങ്ങനെ ഒരു പൊതു അറിയിപ്പിലൂടെ എന്തുമാത്രം ആളുകളായിരിക്കും ആ പേപ്പട്ടിയെ കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് ഒരുമിച്ച് കൂടുക. നമ്മളിങ്ങനെ ഓരോരുത്തരെയും അവനവന്റെ മുൻവിധികളിലും അവനവന്റെ പരിമിതമായ അറിവുകളിലും അറിഞ്ഞ അർത്ഥസത്യങ്ങളുടെ മീതെയുമൊക്കെ നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കുകയാണ് ഒരു മനസ്സുഖത്തിനു വേണ്ടി. ക്രിസ്തുയേശു പറഞ്ഞ ഒരു കഥയില് ഒരാള് മറ്റൊരാളെ ഒന്ന് മുൻവിധികളോടുകൂടി അവനവന്റെ മനസ്സിനകത്തെ മാലിന്യത്തോട് കൂട്ടുചേർന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് വിശദീകരിക്കുന്നുണ്ട്. ധൂർത്തപുത്രന്റെ കഥയിലാണ്. ആ മൂത്തപുത്രനാണ് ആ പണി ചെയ്യുന്നത്. വയലിലെ പണി കഴിഞ്ഞ് വൈകുന്നേരം മടങ്ങി വരുമ്പോൾ വീടിനകത്തെ ആഹ്ലാദവും നൃത്തച്ചുവടുകളും ഉയരുന്ന സംഗീത അലകളുമൊക്കെ ശരിക്കും അയാളെ വല്ലാതെ ഭാരപ്പെടുത്തിയിട്ടുണ്ട്, അയാളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുറ്റത്ത് നിന്നുകൊണ്ട് അകത്തു പോലും കയറാതെ അപ്പനുമായി നടത്തുന്ന തർക്കത്തിലും ചർച്ചയിലും അയാൾ ഒരു കാര്യം പറയുന്നുണ്ട്. മടങ്ങി വന്ന തന്റെ അനുജനെ കുറിച്ചല്ല, മടങ്ങി വന്ന അപ്പന്റെ മകനെ കുറിച്ച്. എന്താണ്? കണ്ട വേശ്യകളോടൊപ്പം നിന്റെ പണം ദൂർത്തടിച്ചവൻ മടങ്ങി വന്നപ്പോൾ. അങ്ങനെ ഒരു സംഭവം ആ ഇളയവന്റെ ജീവിതത്തിൽ ഉണ്ടായെന്ന് ഈ മൂത്തവൻ എങ്ങനെ അറിഞ്ഞു? വെറുമൊരു ഊഹമാണ്. കുറെ പണമൊക്കെ ആയിട്ട് കുറെ നാളത്തേക്ക് ദൂരസ്ഥലത്തേക്ക് പോയതല്ലേ. ഇങ്ങനെയൊക്കെ ആയിരിക്കും അവനത് ആഹ്ലാദിക്കുക, ആസ്വദിക്കുക, അവൻ ജീവിക്കുക. വെറും മുൻവിധികൾ. അവനവന്റെ കൊതികളിൽ നിന്നാണോ മുൻവിധികളൊക്കെ രൂപപ്പെടുന്നത്? അറിയില്ല. ഒന്ന് തിരുത്തി തുടങ്ങാനായിട്ട് സമയമായിട്ടുണ്ട്. പ്രാർത്ഥിക്കാനും. ആമേൻ.